ഹായ് ഓൾ, വെൽക്കം ടു എസ് ഫാബ്സ്. ഇന്ന് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന മഹേശ്വരി സിൽക്ക് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന സൽവാർ സ്യൂട്ട്സിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളാം. വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയാണ് കേട്ടോ. മൂവാറ്റുപുഴ MC റോഡിലാണ് ഷോപ്പ് ഇരിക്കുന്നത്. സോ ആർക്കെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൊക്കേഷൻ വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം. ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത്. ഇനിയും റണ്ണിങ് ഫാബ്രിക്സിന്റെ ഒക്കെ ഒത്തിരി കളക്ഷൻസിനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാം. സോ ഒത്തിരി കളക്ഷൻസ് ഇനിയും വരുന്നുണ്ട് കേട്ടോ. സോ മിസ്സാക്കാതെ കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത്. അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്ന് കാണാം. മഹേശ്വരി സിൽക്കിലേക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നല്ലൊരു ബേജ് ആണ് കേട്ടോ. ഒരു ഡീപ്പ് ബേജ് കളറിലേക്ക് വന്നിരിക്കുന്നു. അതിലേക്ക് ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റിൽ ടീൽ ബ്ലൂ ആൻഡ് പിങ്ക് ഷെയ്ഡിലേക്കാണ് അതിന്റെ കോമ്പിനേഷൻ ആ ഒരു പ്രിന്റിന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് കേട്ടോ ഇതിന്റെ ബോർഡർ വന്നിരിക്കുന്നത്. നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ബോർഡർ ആണ്. ഈ ബോർഡേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സെറ്റ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ സിമ്പിൾ ആയിട്ട് ഈ ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് യോക്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഹെമ്മിൽ കൊടുക്കാം, സ്ലീവ്സിന്റെ എൻഡിലോ സ്ലീവ്സിൽ ഇങ്ങനെ ഒരു സ്ട്രൈപ്പ് പോലെ അങ്ങനെ കൊടുക്കാം. ഏത് പാറ്റേണിൽ നെക്കിൽ പല പാറ്റേൺസ് ചെയ്യാം. സോ ഈ ബോർഡേഴ്സ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നല്ല എലഗന്റ് ആയിരിക്കും കേട്ടോ. ബോർഡറും കൂടി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ വരുന്നു ടോപ്പ്. ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള ഒരു ബേജ് കളറിലേക്ക് തന്നെ. ഹാഫ് പോർഷനിൽ ടോപ്പിന്റെ സെയിം പ്രിന്റും ഹാഫ് പോർഷനിൽ ബോട്ടം പ്രിന്റും ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരും. നല്ലൊരു റെയർ ആയിട്ടുള്ള ഒരു ബേജ് ആണ്. ഒരു ഇച്ചിരി കൂടി ഒരു ഗോൾഡ് ടിൻറ്റും അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ഒരു ബ്രൗണിഷ് ടിൻറ്റും ഒക്കെ ഉള്ളൊരു ബേജ് ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന ദുപ്പട്ട. ആൻഡ് ഇതെല്ലാം ജോയിന്റ് കൊടുക്കാൻ നിങ്ങൾക്ക് ലെങ്ത് കിട്ടില്ല കേട്ടോ. മിക്ക വീഡിയോസിലും ഞാൻ കാണാറുണ്ട് 2.5 മീറ്റേഴ്സ് എന്നാണ് എല്ലാവരും പറയുന്നത് ടോപ്പും ദുപ്പട്ടയും ബോട്ടവും. പക്ഷേ 2.5 മീറ്റേഴ്സ് ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി ഒരു 2.35 to 2.45 ആ ഒരു മെഷർമെന്റിലാണ് ടോപ്പ് ഉണ്ടാവുള്ളൂ. ചില മെറ്റീരിയൽസ് മാത്രം 2.5 കാണും, ചിലത് മാത്രം കേട്ടോ. എല്ലാവരും എല്ലാം 2.5 മീറ്റേഴ്സ് എന്ന് പറയാറുണ്ട്, പക്ഷേ എല്ലാം 2.5 ഉണ്ടാവാറില്ല കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ജോയിന്റ് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഞാൻ എല്ലാം ജോയിന്റ് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു പാറ്റേൺ എടുത്തിരിക്കുന്നത് തന്നെ നമുക്ക് ആ ഒരു ജോയിന്റ്, അത്രയും പോർഷൻ ജോയിന്റ് വന്നിരിക്കുന്ന ഒരു പോർഷൻ ആണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വരുന്നു ബോട്ടം. സെയിം ആ ഒരു കണ്ടോ ഇതിന്റെ ഹാഫ് പോർഷനിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് ബോട്ടം ഫാബ്രിക്കിലേക്ക് വന്നിരിക്കുന്നത്. സെറ്റിന്റെ പ്രൈസ് 2200. നെക്സ്റ്റ് ഗ്രീൻ ആണ്. ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീൻ. പിസ്ത ഗ്രീന്റെ ഫാമിലിയിൽ തന്നെ വരുന്ന ഒരു ഷെയ്ഡാണ് ലൈറ്റ് പിസ്ത. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര ബ്രൈറ്റ് അല്ല, പേസ്റ്റൽ പിസ്ത ഗ്രീൻ എന്ന് പറയാം. അതിലേക്ക് വൈറ്റ് കളറിൽ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത്. നല്ലൊരു ഫ്ലോറൽ പ്രിന്റ്, ഒരു ലീഫിന്റെ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബോർഡേഴ്സ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ ആണ്. ഓൾ ഓവർ പ്രിന്റഡ് ആയിട്ടാണ് മെറ്റീരിയൽ വരുന്നത്. ഇങ്ങനെ വരും. നല്ല ഫിഗർ ഫിറ്റ് ആയിട്ട് നമുക്ക് നല്ല ബോഡി ഷേപ്പിന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ദുപ്പട്ടയുടെ പ്രിന്റ് അടിപൊളിയാണ് കേട്ടോ. അതാ ഇങ്ങനെ വരുന്നു. ആ സെയിം പിസ്ത ഗ്രീൻ ഷെയ്ഡിലേക്ക് തന്നെ ലീഫിന്റെ പ്രിന്റ് വരുന്ന ദുപ്പട്ട. ആ ഒരു പേസ്റ്റൽ ഷെയ്ഡിലേക്ക് ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു മഹേശ്വരിയുടെ ആ ഒരു ബോർഡർ ആണ് ഇതിന്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും ആ ഒരു റിച്ച് ലുക്കിലേക്ക് കൊണ്ടുവരുന്ന അതിന്റെ ബോർഡേഴ്സ് ആണ്. സോ അതാണ് ചന്തേരിയും മഹേശ്വരിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രീമിയം ലുക്ക് എന്ന് പറഞ്ഞാൽ ആ ബോർഡർ ആണ് കേട്ടോ. ഇതാണ് ബോട്ടം. കോട്ടൺ ഫാബ്രിക്കിലേക്ക് സെയിം ഷെയ്ഡ്. സെറ്റിന്റെ പ്രൈസ് 2200. അടുത്തത് ഇൻഡിഗോ ബ്ലൂ ആണ് കേട്ടോ. നല്ല ഡാർക്ക് ആൻഡ് ഡീപ്പ് ആയിട്ടുള്ള ഇൻഡിഗോ ബ്ലൂ. അതിലേക്ക് ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് വരുന്നത്. നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. ഇതിന് ബോർഡേഴ്സ് ഇല്ല കേട്ടോ. ഗോൾഡൻ ആ ഒരു ജെറി ബോർഡർ മാത്രമാണ് ഇതിനുള്ളൂ. ഇങ്ങനെ വരുന്നു ടോപ്പ്. ഇതാണ് കേട്ടോ ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ലൊരു സ്ട്രൈപ്സ് പാറ്റേണിലാണ് ദുപ്പട്ട വരുന്നത്. സെൻട്രൽ പോർഷനിൽ സ്ട്രൈപ്സ് പോലെ പോകുന്നു പ്രിന്റ്. എൻഡിലായിട്ട് ടോപ്പിന്റെ സെയിം പ്രിന്റും കൊടുത്തിട്ടുണ്ട്. ആൻഡ് മഹേശ്വരി സിൽക്കിന്റെ ആ ഒരു ഗോൾഡൻ ജെറി ആ ഒരു ഡാർക്ക് ഇൻഡിഗോ ബ്ലൂയിലേക്ക് വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. ബോട്ടം വരുന്നത് സ്ട്രൈപ്സ് പാറ്റേണിൽ തന്നെ കോട്ടൺ. ഫുൾ സെറ്റിന്റെ പ്രൈസ് 2200. നെക്സ്റ്റ് ബ്ലാക്ക് കളറിലേക്ക് ബേജ് ആൻഡ് മസ്റ്റാർഡ് ഷെയ്ഡിലേക്കുള്ള പ്രിന്റ് വന്നിരിക്കുന്നത്. നല്ലൊരു റെയർ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. റെയർ അല്ല, പക്ഷെ നമ്മൾ മഹേശ്വരിയിൽ തന്നെ എപ്പോഴും ബ്ലാക്കിൽ കാണുന്നുണ്ടെങ്കിലും ഈ ഒരു മസ്റ്റാർഡും കൂടെ വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് അതിന്. ഇങ്ങനെ വരുന്നു ടോപ്പ്. ബോർഡേഴ്സ് കൊടുത്തിരിക്കുന്ന ഇതാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു ബോർഡർ. കുറച്ച് വലിയ പ്രിന്റാണ്, ഭയങ്കര വലിയതല്ല, ഒരു മീഡിയം സൈസിലുള്ള ഒരു പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. തീരെ ചെറുതല്ല എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഇങ്ങനെ വരുന്നു ടോപ്പ്. നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റാണ്. ദുപ്പട്ടയിലും സെയിം പ്രിന്റ് തന്നെ. ബേജ് കളറാണ് ബേസ് കളർ വരുന്നത്. കോൺട്രാസ്റ്റ് പോലെ കൊടുത്തിരിക്കുന്നു. ഇത് ബ്ലാക്ക് കളറിലേക്ക് പ്രിന്റ് വരുന്നു. ദുപ്പട്ട ബേജ് കളറിലേക്ക് തന്നെ സെയിം പ്രിന്റ് തന്നെ വരുന്നു.
എൻഡിലായിട്ട് ടോപ്പിന്റെ സെയിം പാറ്റേൺ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ബോട്ടം ഇതാണ് കേട്ടോ, 6 ആക്ട് പോലെ വരുന്ന ബോട്ടം. എൻഡിലായിട്ട് ആ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട്. ആ ഒരു യെല്ലോ ഷെയ്ഡ്, ആ ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിലേക്കാണ് ബോട്ടം പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. ഫുൾ സെറ്റിന്റെ പ്രൈസ് 2200. അടുത്ത നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ് കേട്ടോ. നല്ല ബ്രൈറ്റ് ഷെയ്ഡ് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് നല്ലൊരു ഫിറോസി ബ്ലൂ ആൻഡ് നേവി ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഷിബോരി പ്രിന്റിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റും കളർ കോമ്പിനേഷനും ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു ഷെയ്ഡ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫിറോസി ബ്ലൂ ഷെയ്ഡാണ്. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ബാന്തിനി ആ ഒരു കൈൻഡ് ഓഫ് ഒരു പ്രിന്റിലേക്ക് ഇങ്ങനെ വരുന്നു. സെന്റർ പോർഷനിൽ നേവി ബ്ലൂ ആണ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ. എൻഡിലായിട്ട് ടോപ്പിന്റെ സെയിം പാറ്റേണിൽ ഷിബോരി പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ. നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ്. ഇങ്ങനെ വരുന്നു ടോപ്പ് ആൻഡ് ദുപ്പട്ട. ബോട്ടം ഒരു റോയൽ ബ്ലൂ നേവി ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് പ്ലെയിൻ ആയിട്ട് വരുന്നു. സെറ്റിന്റെ പ്രൈസ് 2200. അടുത്തൊരു മസ്റ്റാർഡ് ബ്രൗൺ ആണ് കേട്ടോ. നല്ലൊരു റെയർ കളറാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്റ്റാർഡ് ബ്രൗൺ ആണ്. അതിലേക്ക് വൈറ്റ് കളറിൽ പ്രിന്റഡ് ആയിട്ട് വരുന്ന ടോപ്പ്. ബോർഡേഴ്സ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. ഓൾ ഓവർ പ്രിന്റഡ് ആയിട്ട് വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നല്ലൊരു റെയർ ഷെയ്ഡാണ്. മസ്റ്റാർഡ് ബ്രൗൺ എന്ന് പറയുമ്പോൾ കറക്റ്റ് മസ്റ്റാർഡ് ബ്രൗൺ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. സെയിം ഷെയ്ഡിലേക്ക് തന്നെ വൈറ്റ് കളറിലുള്ള പ്രിന്റഡ് ആയിട്ട് വരുന്ന ദുപ്പട്ട. നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ബോട്ടം ഇങ്ങനെ വരും. സെറ്റിന്റെ പ്രൈസ് 2200. ആൻഡ് ഞാൻ ഇന്നിട്ടിരിക്കുന്ന സൽവാർ സ്യൂട്ട് ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിലേക്ക് വന്നിരിക്കുന്ന ഒരു സെറ്റാണ്. ഇത് നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സെയിം പ്രിന്റ്. അന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് പീസസ് ആണ് ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരി പേര് അന്ന് ക്രിസ്മസിന് മുമ്പായിരുന്നുകൊണ്ട് റെഡിന് ഭയങ്കര എൻക്വയറി ആയിരുന്നു. പക്ഷെ ഇത് ക്രിസ്മസ് എന്നല്ല, അല്ലാതെ തന്നെ നമുക്ക് ഇടാവുന്ന ഒരു പീച്ചിഷ് റെഡാണ്. ഒരു സ്പെഷ്യൽ കളറാണ്. ഇതൊരു റെഡും അല്ല, ഒരു പീച്ചും അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അന്ന് ഒത്തിരി പേര് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഞാനും എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റീസ്റ്റോക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ഒരെണ്ണം എടുത്തതാണ്. അപ്പോൾ ഇത് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീച്ചിഷ് റെഡ് ടോൺ ആണ്. ഒരു പിങ്കിഷ് റെഡ് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ടൊമാറ്റോ കളർ അങ്ങനത്തെ ഒക്കെ ഒരു ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് ഫ്ലോറൽ പ്രിന്റ്, അതായത് ഇങ്ങനത്തെ ഒരു ബേജ് കളറിലേക്ക് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതാണ് ബോർഡേഴ്സ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബോർഡർ ഞാനിങ്ങനെ ഒരു പാച്ച് പോലെ ഇങ്ങനെ ഒരു യോക്കിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബട്ടൺസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ചന്ദേരി സിൽക്കാണ്. നല്ലൊരു എലഗന്റ് ലുക്കാണ്. നല്ലൊരു സ്പെഷ്യൽ ഷെയ്ഡാണ്. റെഡും അല്ല, പീച്ചും അല്ല, അങ്ങനത്തെ ഒരു നമുക്ക് ഷെയ്ഡ് പറയാനൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. അതിലേക്ക് ബോട്ടം വരുന്നത് സെയിം ആ ഒരു പ്രിന്റിലേക്ക് തന്നെ, സെയിം ആ ഒരു റെഡിലേക്ക് തന്നെ വേറെ ഡിഫറെന്റ് പ്രിന്റിൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നു. ഇതാണ് കേട്ടോ ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു റെഡ് കളറിൽ, ആ സെയിം റെഡിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ്. അതിലേക്ക് സെന്റർ പോർഷനിൽ ബോട്ടം പ്രിന്റും എൻഡിലായിട്ട് ടോപ്പിന്റെ ആ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് വിത്ത് ടാസൽസ് ആണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ടാസൽസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. ആൻഡ് ഇതിന്റെ ഒരു ചന്ദേരിയുടെ ആ ഒരു ഗോൾഡൻ ജെറി ബോർഡർ ആ ഒരു റെഡിലേക്ക് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ വരുന്നു ഫുൾ സെറ്റ്. സോ ഇത് ബുക്ക് ചെയ്യണമെങ്കിലും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. 1980 ആണ് ചന്ദേരി സിൽക്കിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നു സെറ്റ്. അടുത്തത് ഇൻഡിഗോ ബ്ലൂയിലേക്ക് തന്നെ ഡാബോ പ്രിന്റിങ് വന്നിരിക്കുന്നത്. നല്ലൊരു റെയർ പാറ്റേൺ ആണ്. നമ്മൾ മഹേശ്വരിയിൽ അങ്ങനത്തെ ഒരു പ്രിന്റ്, റണ്ണിങ് ഫാബ്രിക്കിലൊക്കെയാണ് ഈ ടൈപ്പ് പ്രിന്റ് കൂടുതലും കണ്ടിരിക്കുന്നത്. നല്ല എലഗന്റ് ആൻഡ് റെയർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. കാണാനായിട്ട് ഒരു റെയർ കൈൻഡ് ഓഫ് ഒരു പ്രിന്റും ആണ്. കളർ കോമ്പിനേഷനും ഈ ഒരു മഹേശ്വരിയിൽ ഇങ്ങനത്തെ കണ്ടിട്ടില്ല കേട്ടോ. ഇതാണ് ബോർഡർ കൊടുത്തിരിക്കുന്നത്. ഓൾ ഓവർ പ്രിന്റഡ് ആണ് വരുന്നത്. ഇങ്ങനെ വരുന്നു ടോപ്പ്. ദുപ്പട്ട വന്നിരിക്കുന്നത് ആ ഒരു സെയിം കളർ കോമ്പിനേഷനിലേക്ക് ഡിഫറെന്റ് പ്രിന്റിൽ വരുന്നു. ദുപ്പട്ടയുടെ എൻഡിലായിട്ട് ടോപ്പിന്റെ സെയിം പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 6 ആഗ് പോലെ പോൾക്കാ ഡോട്ട്സും ഒക്കെയാണ് ദുപ്പട്ടയിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു പ്രിന്റ്. ബോട്ടം വരുന്നത് സെയിം ദുപ്പട്ടയുടെ ആ ഒരു സെന്റർ പോർഷനിലുള്ള പ്രിന്റിലാണ്. ബോട്ടം ഫാബ്രിക് കോട്ടണിലേക്ക് വരുന്നു. സെറ്റിന്റെ പ്രൈസ് 2200. മഹേശ്വരി സിൽക്കിൽ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നതിന് ആ ഒരു സിമിലർ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇതൊരു റെഡ് ആണ്. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് അല്ല, ഒരു ഡസ്റ്റി റെഡ് എന്ന് പറയും. പക്ഷെ നരച്ച റെഡും അല്ല കേട്ടോ. നല്ലൊരു റെയർ കളറാണ്. അതിലേക്കും ഇങ്ങനത്തെ പ്രിന്റഡ് ആയിട്ട് വരുന്ന
ഈ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് എൻ്റെ പ്രിന്റ് വരുന്നത്. നമ്മൾ ഈ ഒരു ഷെയ്ഡ് കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ഷെയ്ഡ് കഴിഞ്ഞ ദിവസം ചന്ദേരിയ സിൽക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് തീർന്നു പോയിട്ടോ. അത് ഒത്തിരി പേര് അന്ന് റീസ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു പ്രിന്റാണ്, ഷെയ്ഡാണിത്. മഹേശ്വരിയിലേക്ക് വന്നിരിക്കുന്നു. ഇതാണ് ദുപ്പട്ട. ഒത്തിരി ബ്രൈറ്റ് റെഡ് വേണ്ടാന്നുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റാണ് കേട്ടോ. ഇങ്ങനെ വരുന്ന ദുപ്പട്ട അല്ല, സോഫ്റ്റ് ദുപ്പട്ടയാണ്. സെയിം ഷെയ്ഡിലേക്ക് തന്നെ വരുന്നു. ബോട്ടം സെയിം ഷെയ്ഡിൽ തന്നെ കോട്ടൺ ഫാബ്രിക്കിലേക്ക്. സെറ്റിന്റെ പ്രൈസ് 2200. അടുത്ത നല്ല ജെറ്റ് ബ്ലാക്ക് കളറിലേക്ക് ബേജ് കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ടോപ്പ്. നല്ല ലീഫ് പ്രിന്റ് ആണ്, നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആണ്. അതിന്റെ പ്രിന്റും നല്ല എലഗന്റ് ആയിട്ടുണ്ട്. ആൻഡ് ബോർഡേഴ്സ് ഇതാണ് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ. ഈ ബോർഡർ ഒക്കെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് കോമ്പിനേഷൻ ഷെയ്ഡ് വന്നിരിക്കുന്ന ബ്രിക്ക് ഷെയ്ഡാണ്. ഓൾ ഓവർ പ്രിന്റഡ് ആയിട്ട് വരുന്ന ടോപ്പ്. ദുപ്പട്ടയാണ് ഏറ്റവും ഭംഗി. ഇതിന്റെ ഇങ്ങനെ വരുന്നു ദുപ്പട്ട. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. ആ ഒരു ബ്രിക്ക് ഷെയ്ഡും കൂടെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. ദുപ്പട്ടയുടെ ആ സെന്റർ പോർഷനിൽ ബേജും ആ ഒരു ബ്രിക്ക് കളറും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല എലഗന്റ് ആയിട്ടുള്ള ദുപ്പട്ട. ബോട്ടം സെയിം ദുപ്പട്ടയുടെ പ്രിന്റിൽ തന്നെ ഇത് ബേജിലേക്ക് ബ്രിക്ക് കളർ കോമ്പിനേഷൻ. എൻഡിലായിട്ട് ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡർ ഒക്കെ എടുത്ത് നന്നായിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇതെനിക്ക് തോന്നുന്നു ഇത് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയിൽ. ആൻഡ് ഈ ഒരു ബോർഡർ ഒക്കെ യൂസ് ചെയ്ത് നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണിത്. ഫുൾ സെറ്റിന്റെ പ്രൈസ് 2200. അടുത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ. ബോക്സ് ഡിസൈൻ വരുന്നത് എപ്പോഴും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രിന്റ് ആണിത്. ബ്ലാക്ക് ആൻഡ് ബേജ് കളർ കോമ്പിനേഷനിൽ വരുന്നു. ഇതാണ് ബോർഡർ കൊടുത്തിരിക്കുന്നത്. ഈ ബോർഡർ ഒക്കെ ഇതിൽ നല്ല ഇതുപോലെ ഒരു പാറ്റേൺ ഒക്കെ കൊടുത്ത് ഞാനൊരു സ്ട്രൈപ്സിൽ ഇതിന്റെ ഒരു സ്ട്രൈപ്സ് പാറ്റേണിൽ ഞാൻ ഇങ്ങനെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അത് ഈ ആഴ്ചയിൽ ഏതെങ്കിലും വീഡിയോയിൽ ഇടാം കേട്ടോ. നല്ല എലഗന്റ് ആയിരുന്നു അത്. ഇങ്ങനെ നമുക്ക് ഇത് കൊടുത്തിട്ട് ഈ ഒരു ബോർഡർ കണ്ടോ, ഇത് നമുക്ക് പല സ്റ്റൈലിൽ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഈ ഒരു മെറ്റീരിയലിൽ കേട്ടോ. ഇങ്ങനെ വരുന്ന ടോപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ദുപ്പട്ട ഓൾസോ നല്ല സോഫ്റ്റ് ഫാബ്രിക്കിലേക്ക് വന്നിട്ട് ഇതാ പോൾക്കാ ഡോട്ട്സ് പോലെ വന്നിരിക്കുന്ന ദുപ്പട്ട. എൻഡിലായിട്ട് ടോപ്പിന്റെ സെയിം പാറ്റേണിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വിത്ത് ടാസൽസ് ആണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മഹേശ്വരി സിൽക്കാണ് കേട്ടോ. ബോട്ടം ഓൾസോ ദുപ്പട്ടയുടെ സെയിം പ്രിന്റ് തന്നെ. സെറ്റിന്റെ പ്രൈസ് 2200. അടുത്തത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേ അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് ഗ്രേ എന്നോ അങ്ങനെയൊക്കെ പറയാവുന്ന ഒരു ഷെയ്ഡാണ്. ഇത് വരുന്ന ഒരു ബ്ലൂ ആണ്. ഒരു ബ്ലൂ ഗ്രേയിലേക്ക് കുറച്ചൊരു ബ്ലൂവിന്റെ ടിന്റ് ഉള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു റെയർ ഷെയ്ഡാണ്. പക്ഷെ ഭയങ്കര ഡസ്റ്റി ഷെയ്ഡൊന്നും പറയാൻ പറ്റില്ല. ബ്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഷെയ്ഡുമാണ്, പക്ഷെ ഭയങ്കര ബ്രൈറ്റും അല്ല. അങ്ങനത്തെ ഒരു ഷെയ്ഡ്. ഇങ്ങനെ വരുന്നു പ്രിന്റ്. ഇതിന്റെ കറക്റ്റ് ഒരു കളർ പറയാൻ കിട്ടുന്നില്ല കേട്ടോ. ഒരു ബ്ലൂയിഷ് ഗ്രേ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ടീലും ഗ്രേയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. ടീൽ ബ്ലൂ ഗ്രേയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. നല്ലൊരു റെയർ കളറാണ്. നമുക്ക് ഈ ഷെയ്ഡ് ആക്ച്വലി പറയാൻ കിട്ടാത്ത ഷെയ്ഡ്സ് ഭയങ്കര റെയർ ഷെയ്ഡ്സ് ആയിരിക്കും. സോ അത് എടുത്തിട്ടുണ്ടെങ്കിൽ റെയർ ആയിട്ട് നിൽക്കാം നമുക്ക്. ഇതാണ് ബോട്ടം വരുന്നത്. സെയിം കളറിൽ പ്രിന്റഡ് ആയിട്ട് വരുന്ന ബോട്ടം. കോട്ടണിൽ വരുന്നു. ഇതാണ് ഫുൾ സെറ്റ്. പ്രൈസ് 2200. അപ്പൊ ഇത്രയും കേട്ടോ ഇന്നത്തെ കളക്ഷൻസ്. പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളാം. അപ്പൊ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.